ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായ ആളുകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ കപർന്നൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിഞ്ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും അനേകർ വന്ന് അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയോടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ യേശു ശതാധിപനോട്, പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതി എന്നാണ്. പട്ടാള മേധാവിയാണ്. അദ്ദേഹം റോമക്കാരനാണ്. അദ്ദേഹം യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ കേട്ടു. തീർച്ചയായിട്ടും ദൈവത്തിന് മനുഷ്യാവതാരമാണ് ഇത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരന് മാരകമായ അസുഖം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ലഭ്യമായ ചികിത്സകളൊക്കെ ചെയ്തു കാണും, പക്ഷെ സൗഖ്യമില്ല. അദ്ദേഹം യേശുവിനെ സമീപിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം യേശുവിനോട് വന്നു പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ കഠിനമായി ദീനം പിടിച്ച് കിടക്കുന്നു, അങ്ങ് വന്ന് അവനെ സൗഖ്യമാക്കണം. യേശു കേട്ട മാത്രയിൽ അവൻ യഹൂദനല്ലല്ലോ, പ്രജാതിയാണല്ലോ എന്നൊന്നും വിചാരിക്കാതെ, കാരണം ശമരിയാസ്ത്രീ വെള്ളം ചോദിച്ചപ്പോൾ ശമരിയാസ്ത്രീ കർത്താവിനോട് എതിര് പറഞ്ഞു. യേശു തിരിച്ച് അവളോടും പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള വാദപ്രതിവാദമൊന്നുമില്ല. സന്തോഷത്തോടെ വരാനൊരുങ്ങാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദാസന്മാരെ അല്ലെങ്കിൽ തൊഴിലാളികളെ സ്നേഹിക്കുന്നവരോട് കർത്താവിന് ഭയങ്കര താല്പര്യമാണ്. 41-ാം സങ്കീർത്തനത്തിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, യഹോവ അനർത്ഥത്തിൽ അവനെ വിടുവിക്കും എന്നാണ്. അപ്പോൾ ഈ ശതാധിപൻ വന്നത് തൻ്റെ മകൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യത്തിൽ സൗഖ്യം വേണം എന്ന് പറഞ്ഞല്ല, തൻ്റെ വേലക്കാരൻ്റെ കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൊഴിലാളികളെ അല്ലെങ്കിൽ വേലക്കാരെ, ദാസന്മാരെ ഒക്കെ ആദരിക്കുന്നവരോട് കർത്താവിന് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് യേശു, ഞാൻ വരാം, വന്ന് സൗഖ്യമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ ഓർക്കണം, യേശു ജനിച്ചത് അല്ലെങ്കിൽ യേശുവിനെ കിടത്തിയത് ഒരു കാലിത്തൊഴുത്തിലാണ്. 2, യേശു വളർന്നത് നസറേത്തിലെ ഒരു തച്ചൻ്റെ ഒരു ദരിദ്ര വീട്ടിലാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഒക്കെ തന്നെ ദരിദ്രരാണ്. അങ്ങനെയുള്ള യേശുവിനോട് മഹാധനികനായ പട്ടാള മേധാവി, വലിയ കൊട്ടാര സദൃശമായ വീടുള്ള ആൾ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, ഞാൻ യോഗ്യനല്ല. നിന്റെ അടുക്കൽ വരാനും എനിക്ക് യോഗ്യതയില്ല. അങ്ങൊരു വാക്ക് കേൾപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തനോട് പോകാമെന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. അതുപോലെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അത് നടക്കും
കാരണം അങ്ങ് സൈന്യങ്ങളുടെ യഹോവയാണ്. അങ്ങയുടെ കീഴിൽ സൈന്യങ്ങളുണ്ട്. എൻ്റെ കീഴിൽ പടയാളികൾ അല്ലെങ്കിൽ എൻ്റെ കീഴിൽ പണിക്കാരുള്ളതുപോലെ, തൊഴിലാളികൾ ഉള്ളതുപോലെ അങ്ങയുടെ കീഴിലുണ്ട്. ബൈബിളിലെ യഹോവയുടെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ദൂത സൈന്യം അകമ്പടി സേവിക്കുന്നയാളെന്നാണ്. അതിൽ ഒരു ദൂതനോട് പറഞ്ഞാൽ മതി, അതാണ് ഈ ശതാധിപൻ ഉദ്ദേശിച്ചത്. അപ്പോൾ യേശു തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രയേൽ മക്കളുടെ ധാരണ, യഹൂദന്മാരുടെ ധാരണ ഞാൻ കള്ളപ്രവാചകനാണെന്നാണ്. പക്ഷെ ഇദ്ദേഹം ഒരു പ്രജാതിയായ ഇദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്നാണ്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും അനേകർ വന്ന് ആദ്യന്മാരായ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. പക്ഷേ ഈ യഹൂദന്മാരായ രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്ത് വീട്ടിലേക്ക് തള്ളിക്കളയും എന്ന് പറഞ്ഞിട്ട് യേശു ശതാധിപനോട് പറഞ്ഞു, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. ആ നാഴികയിൽ ശതാധിപന്റെ ദാസന് സൗഖ്യം വന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം മനുഷ്യനായവനാണ്. അവനൊരു വാക്കേൽപ്പിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. പക്ഷേ അവനെ വിശ്വസിക്കാൻ നമുക്ക് മനസ്സില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കാനും കർത്താവിനെ ആശ്രയിക്കാനും അനുഗ്രഹം നേടാനും കർത്താവ് ഏവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.